1200 ദിറംസിന് iPhone 13 Pro നമ്മൾ പറ്റിച്ചാണ് ആർക്യൂട്ടോസ് അങ്ങനെ ഇങ്ങനെ. വെൽക്കം ബാക്ക് അഗൈൻ ആർക്യൂട്ടോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് പ്രശ്നം തന്നെയാണ്, കാരണം നാട്ടിലായിരുന്നു മുന്നത്തെ വീഡിയോകൾ കണ്ടത്. ക്ലൈമറ്റ് ചേഞ്ച്, സൗണ്ട് പ്രോബ്ലം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബർദുബായ് നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ലൊക്കേഷന് ഫസ്റ്റ് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ അൽറഫ സ്ട്രീറ്റാണ്. അതായത് അവിടെ ആ ഒരു ഭാഗത്താണ് അൽറഫ പോലീസ് സ്റ്റേഷൻ വരുന്നത്. അതേപോലെ തന്നെ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂള്. ഇപ്പോൾ നിങ്ങൾ മെട്രോ ഒക്കെ അവിടെ ഇറങ്ങിയതിന് ശേഷം നിങ്ങളിങ്ങനെ വരുമ്പോൾ അൽറഫ പോലീസ് സ്റ്റേഷൻ ചോദിക്കുക. അവിടെ ഇനി അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂൾ കാണും. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് തലശ്ശേരി കഫ്തീരിയ ഉണ്ട്. അവിടെ നിങ്ങൾ ചോദിക്കുക ആർക്യൂട്ടോക്സ് എവിടെയെന്നുള്ളത്. ഒരുപാട് ആൾക്കാർ നമ്മളെ തേടി ഇവിടെ വരുന്നുണ്ട്. ജബലയിൽ നിന്നും റാസൽ കൈമിയിൽ നിന്നും ഉമ്മുൽ കൊയിൽ നിന്നൊക്കെ. അപ്പം അവരോടാണ്, അവർക്കൊക്കെ ഈ ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാണ്. പിന്നെ ഇത് കാണുന്നത് അൽ ഇർഷാദ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതാണ് നമ്മൾ ലാൻഡ്മാർക്ക്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു മേലെ ആർക്യൂട്ടോക്സിൻ്റെ ബോർഡ് ഉണ്ടല്ലേ. അപ്പോൾ മേലല്ല, ഇതിൻ്റെ ഉള്ളിലിതാ ഇങ്ങോട്ട് നോക്കിയാൽ ഈ അൽ മുംതാസ് ബിൽഡിംഗ്, ഇതിൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് ഷോപ്പാണ് ഈ റോഡും. അതേപോലെ തന്നെ അവിടെ ഈ സിഗ്നൽ കുറേ ആൾക്കാരൊക്കെ അവിടെ പോയിട്ടൊക്കെ നിൽക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ലാൻഡ്മാർക്കാണ്. സോ ഗൈസ്, നമ്മളെ തേടി വരാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയുമോ? ഐഫോൺ എടുക്കാൻ തേടി വരാനുള്ള കാരണം ഒരുപാട് ഷോപ്പ് ഉമ്മുൽ കൊയിലിലോ അജ്മാലിലോ ദേരയിലോ ഇനി കറാമയിലോ ഉണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്ക് ഞങ്ങളെ തേടി വരാനുള്ള ഒരു റീസൺ ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്നുള്ളത്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ട്രസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അതിനുള്ള സർവീസ് ആർക്യൂട്ടോക്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. സോ ഗൈസ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആർക്യൂ സെറ്റോക്സ് നമ്മളെ ഷോപ്പ് ഇതിൻ്റെ ഉള്ളിലാണ്. അതായത് പൊതുവേ പുറത്തേക്ക് ഔട്ട് സൈഡായിട്ടല്ല നമ്മളെ ഷോപ്പ് നിൽക്കുന്നത്, ഉള്ളിലോട്ടായിട്ടാണ്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് കറക്റ്റ് ലൊക്കേഷന് നമ്മൾ പറഞ്ഞു കൊടുത്താണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയില്ല. ഇതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ കാര്യം വരികയാണെങ്കിൽ യൂസ്ഡ് ഫോൺസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പുതിയത് ബ്രാൻഡ് ന്യൂ ഫോണാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷനിൽ റേറ്റ് കൂടി നിൽക്കുകയാണ്, കൂടി വരികയാണ്. അതേപോലെ കുറയുന്നില്ല. ഇപ്പോൾ iPhone 18 ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാത്തിരുന്നുണ്ട്. പക്ഷേ റേറ്റിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരാം. എന്താണ് ജനങ്ങൾ, അതായത് ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ബർദുബായ് ഷോപ്പിൽ വരുന്നത് എന്നുള്ളതിനുള്ള കാരണം നിങ്ങൾക്കിതാ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക. ഇടുക, ഇതൊന്ന് കാണിച്ചു കൊടുത്താ. ഇവിടെ ഇതേപോലെ 14 Pro, 13 Pro, 15 Pro നിങ്ങളിത് നോക്കിക്കോ. നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഇത് നോക്കിക്കോ. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ തേടി വരുന്നത്. 13 Pro Max ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദുബായ് ലാൻഡിൽ വന്നാണ്. ഇത് കൊടുക്കുന്ന വ്യക്തി എന്താ വെച്ചാൽ നമ്മോട് കസ്റ്റമർ എന്നതിലുപരി പേഴ്സണൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഒരു സ്ഥലം ഞാൻ വരുമ്പോഴൊക്കെ എനിക്ക് ആകെ ഞാൻ ഈ ഡെലിവറി ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡ് അടുത്ത് തന്നെയാണ് ഈ ഫോൺ കൊടുക്കൽ. അപ്പോൾ ഒരുപാട് സജഷനിൽ ഒരുപാട് ഫോൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ചോദിച്ചു നോക്കാം നമ്മളെ കാര്യങ്ങളും ഫോണിൻ്റെ ക്വാളിറ്റിയും. എഗെയിൻ വീണ്ടും പർച്ചേസ് ചെയ്തു. ഓക്കെ, കൊടുക്കാം. പേരൊന്ന് പറയും. ആരോമൽ ഷിബു. എത്രാമത്തെ ഫോണാവും നമ്മൾ എൻ്റെ അടുത്ത് എടുക്കുന്നത്? ഇപ്പോൾ 5-6 എണ്ണമൊക്കെ ആയി. 5-6 എണ്ണമായി. ഒരുപാട് തവണ ഇവിടെ ദുബായ് ലാൻഡ് സ്പൈസ് നൈസിൽ ഇവിടെ ഈ ഒരു അടുത്ത് വന്ന് ബ്രോക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ട്. എന്താണ് എഗെയിൻ ഞങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? ഞാൻ പറയാം. ആർക്കും വേണം ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആർക്യൂടെക്സ്. ധൈര്യമായിട്ട് എടുക്കാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്ത് കംപ്ലൈൻറ്റോ എന്ത് വന്നു നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ തന്നിട്ട് ജെന്യൂൻ ആയിട്ട് പറയാം, കംപ്ലൈൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ എത്രയും ഫോൺ തന്നിട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നു? ഞാൻ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്ന ഫോണാണ് 13 Pro Max. യൂസ് ചെയ്തത് ഒരു 2 വർഷത്തോളമായി. ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ എന്തെങ്കിലും കംപ്ലൈൻസ് ഫേസ് ചെയ്തായിട്ട് അല്ലെങ്കിൽ ഷോപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അറിയില്ല. നമുക്ക് ഇലക്ട്രോണിക്സ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലൊന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ അതിനനുസരിച്ചുള്ള സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യും, അതറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് തന്നെ എടുക്കുന്നത്. കണ്ടോ? കാരണം എന്താ വെച്ചാൽ വീട്ടിലേക്ക് പോയപ്പോഴും എടുത്തോണ്ട് പോയി. പ്രൈസ് ഇതിനു മുമ്പ് വേറൊരു ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഫോൺ ചോദിച്ചിരുന്നു. പ്രൈസിന്റെ ഒരു കാര്യം കൊണ്ട് ഇതേപോലെ തന്നെ പ്രൈസ് കൂടുതലാണ് ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ബ്രോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൈസും കാര്യങ്ങളും പ്രൈസിന്റെ കാര്യത്തിൽ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഡൗട്ടാണ് പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നത് വേറെ ഷോപ്പുകളിൽ ഇതിലും പ്രൈസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കുവാണെങ്കിലും
അത് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം. ഞാൻ എല്ലാവരുടെ പറയുന്നത്. ഒരുപാട് നന്ദി. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ടൊന്നും പറയുന്നില്ല ബ്രോ. നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അടിപൊളിയാണ് ബ്രോ. ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്. ഹാപ്പി. അപ്പോൾ 13 Pro ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബിസിനസ് വേയിൽ വന്നാണ് ബ്രോ. ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ താമസം ഷാർജയിലാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഒറ്റ കാര്യം ചോദിച്ചു. ഐഫോണിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. വൈഫിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് വിശ്വസിച്ചിട്ടാണ് ഇവരെടുക്കുന്നത്. ചോദിച്ചു നോക്കാം നമ്മുടെ കസ്റ്റമർ സർവീസും ഫോണിൻ്റെ ക്വാളിറ്റിയും ഒക്കെ. ഹായ് ബ്രോ. പേരെന്ന് പറയും? മുജീബ്. ഓക്കെ, ഞങ്ങൾ വീഡിയോസ് കാണലുണ്ടോ? തീർച്ചയായിട്ടും കാണലുണ്ട്. ഞാൻ കാണലുണ്ട്, വൈഫും കാണലുണ്ട്. എന്നെക്കാളും കൂടുതൽ വൈഫാണ് കാണല്ലേ? ഓക്കെ, ഷാർജയിലാണ് താമസം. ഇപ്പോൾ ഈ ഫോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണല്ലേ? വെയിറ്റ് ചെയ്തല്ലേ? ഓക്കെ ബ്രോ. ഫസ്റ്റ് തന്നെ ഞങ്ങളെ കസ്റ്റമർ സർവീസ്, ഡെലിവറി കാര്യങ്ങൾ, കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ട്? വീഡിയോസ് ഇപ്പൊ കാണുന്ന ആ ഒരു സർവീസ് തന്നെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ്? പിന്നെ ഇവർക്ക് നിങ്ങൾക്ക് വാറന്റിന്റെ കാര്യം എന്തൊക്കെയാ പറഞ്ഞു തന്നിട്ടുണ്ട്? ഫോണിന്റെ വാറന്റി 1 year കൊടുത്തിട്ടുണ്ട്. സർവീസ് വാറന്റി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് കൊണ്ടുപോകാം. കാരണം എന്താ വെച്ചാൽ ഏതൊരാൾക്കും സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ ഫസ്റ്റത്തെ പേടി ഉണ്ടാവും. കാരണം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. നമ്മൾ ഇത്ര ആൾ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്. സോ സ്വാഭാവികം പേടി ഉണ്ടാവും. അവർക്ക് ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഒരു വാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഒരുപാട് നന്ദി ബ്രോ, ഞങ്ങളെ സെലക്ട് ചെയ്തതിന്. എല്ലാവരും വന്ന് ഐഫോൺ എടുക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലേ? വിശ്വസിക്കാം ബ്രോ. ഹാപ്പി അല്ലേ? ഹാപ്പി. അത് മാത്രമല്ല 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. യൂസർ ഫോൺസിന് 1 കൊല്ലം വാറണ്ടി. പിന്നെ ഫോണിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം. കാരണം ബാറ്ററി മാറ്റിക്കണമെങ്കിൽ മാറ്റിയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കച്ചവടം ചെയ്യൽ. അതേപോലെ തന്നെ മാറ്റാത്ത പീസ് ആണെങ്കിൽ മാറ്റാത്ത പീസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളൊരു ഫോണ് വിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ബില്ല് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ആ ബില്ല് നിങ്ങൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാം. പിന്നെ ഇതിൽ 1 month റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്, 11 മാസം സർവീസ് വാറണ്ടി. അപ്പോൾ ഒരു ഫോണ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ദുബായ് ബ്രാഞ്ചിനായിട്ട് കോൺടാക്ട് ചെയ്യാം, അബുദാബിയായിട്ട് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തിരൂരുണ്ട്, കാലിക്കറ്റ് ഉണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് സൗകര്യം അവിടെ നിന്നൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇതേപോലെയുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യണത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഇടുക പോവുക അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫോണിൻ്റെ പ്രൈസിലോട്ട് നമുക്ക് വരാം. അതിനെക്കുറിച്ചിട്ട് എന്നിട്ട് ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 30 Proൻ്റെ കേസിൽ മാർക്കറ്റിൽ നല്ല ഷോർട്ടാണ്. ഇത് വെറുതെ കച്ചവടത്തിന് പേരിൽ പറയാം കേട്ടോ. അപ്പോൾ ചില വീഡിയോസ് കാണാം 1200 dirhamsന് ഐഫോൺ 13 Pro നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും നോക്കില്ല, അവർ 1200 dirhamsേ നോക്കുള്ളൂ. അവിടെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ. നമ്മളെപ്പോലെയുള്ള ഒരുപാട് നല്ല നല്ല ഷോപ്പുകാർ റേറ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ 30 Proക്ക് ഒരു വില ഉണ്ട്, അത് പറഞ്ഞിട്ട് തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ 1200 dirhamsന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഫോണിൻ്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കസ്റ്റമർ സ്വാഭാവികം വിളിക്കും, ഉറപ്പാണ് 100% വിളിക്കും. നമ്മൾ പറഞ്ഞല്ലേ, എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോഡൽ 30 Pro ഒരു 1200 അല്ലെങ്കിൽ ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്. ക്വാണ്ടിറ്റി പീസ് ഒരാൾക്കും 1200 dirhamsന് 13 Pro കൊടുക്കാൻ പറ്റില്ല. അത് ചലഞ്ചിങ് ആണ്, നമ്മൾ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ അതിനൊന്നെങ്കിൽ ജെന്യൂൻ പാർട്ട് ഉണ്ടാവും, ഡിസ്പ്ലേ ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്സോ സ്ക്രാച്ചോ കാര്യങ്ങളോ എല്ലാം എന്തായാലും ഉണ്ടാവും. നല്ലൊരു ഗ്രേഡിന് ഇപ്പോൾ നമ്മളെടുത്തുള്ള വില 1600 dirhams. കൂടുതലാണോ എടുക്കേണ്ടത്? കാരണം എന്താ വെച്ചാൽ ഈ റേറ്റ് നമ്മളെടുത്തുണ്ട്. നമ്മൾ പറഞ്ഞ റേറ്റിന് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടുന്ന് ഇവിടുന്നൊക്കെ കമൻസ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളി. നമ്മുടെ അടുത്തുള്ള ജെന്യൂൻ ഇത് കമൻസുകൾ നിങ്ങൾ നോക്കിക്കോളി. കംപ്ലയിൻസ് ഉണ്ടോ? ഇപ്പോൾ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഓൾക്ക് നമ്മൾ മറുപടി ഇൻസ്റ്റയിൽ പേഴ്സണലി നമ്മൾ മെസ്സേജ് അയക്കലുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെ. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികം ഇവിടുന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് പുറത്തത്തെ ഷോപ്പേർ ചടപ്പിച്ചിട്ട് കൈ കൊടുക്കും. അപ്പോൾ ഒരു സ്വാഭാവികം കസ്റ്റമറാണ്, ഓല് എന്താവും, ശരിയാണ് ഇതിപ്പോൾ നമ്മളെ പറ്റിച്ചാണ് ആർക്കിഡോസ് അങ്ങനെ ഇങ്ങനെ അവർക്ക് മൈൻഡ് ചെയ്തു. പക്ഷേ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ 1 വർഷം നിങ്ങൾക്ക് വാറണ്ടി തരുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടോ ഞങ്ങളെ ഷോപ്പ് ബടിയുണ്ട്, എല്ലായിടത്തും അത്രയും ഗ്യാരണ്ടി നിങ്ങൾക്ക് ആരാ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിനി കൂടുതൽ പറയുന്നില്ല. 1600 dirhamsന് 13 Pro 256, 512 1700 dirhamsന്. പിന്നെ കുറേ മുമ്പ് ഇറങ്ങിയ മോഡലാണ്. 30 Pro ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ബാറ്ററി ജെന്യൂൻ ആയിട്ടുള്ളത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. 81 80 എത്ര വർഷം മുന്നേ ഇറങ്ങിയ മോഡലാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് ഉണ്ടാവില്ല. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററി 100 ആണ്, ബാറ്ററി ചേഞ്ച്ഡ് ആണ്.
അല്ല ബൂസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം, നിങ്ങൾക്ക് കസ്റ്റമർക്ക് തരുന്നത് 1 കൊല്ലം നിങ്ങൾക്ക് വാറണ്ടി തരും. പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം? പിന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ഇത് ഈ ബേസിക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നെറ്റ്വർക്ക് കാര്യങ്ങൾ, പിന്നെ യൂസർ ഫോൺ ഇവിടെ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർക്കുണ്ട്, അത് ചില കസ്റ്റമേഴ്സിന് ഫോണിനെ കുറിച്ച് വലിയ ഒരു ധാരണയില്ല, എന്നാലോ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ധാരണയിൽ വന്നിട്ട് ഉള്ള ആൾക്കാർക്ക് സിം ലോക്ക് വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ കരിയർ ലോക്ക് എന്നുള്ള സംഭവമില്ലേ, ഇതിൽ സിം ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും സിം ലോക്ക് എന്നുള്ളത്. പിന്നെ ഈ പാർട്സ് ആൻഡ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അൺനോൺ പാർട്ടോ അല്ലെങ്കിൽ ജെന്യൂൻ പാർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ തന്നെ ട്രൂ ടോണോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആവില്ല. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ കാര്യങ്ങൾ. പിന്നെ ഇത് തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ ഒരു ഫോണിലും നമുക്ക് പറ്റില്ല, കാരണം അതിനാണ് നിങ്ങൾക്ക് വാറണ്ടി തന്നെ. സിസ്റ്റത്തിലിട്ട് 3 ടൂളും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ വഴി ചെക്ക് ചെയ്ത് ടെക്നീഷ്യൻ അവിടുന്ന് ചെക്ക് ചെയ്ത് ഫൈനൽ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. 30 Pro 256 റേറ്റിംഗിൽ 1600, 512 1700. നിങ്ങൾ ഓക്കെയാണ് വരിക. പിന്നുള്ളത് നമുക്ക് 14 Pro ആണ്. 14 Proനെ സംബന്ധിച്ചിടത്തോളം 14 Pro 512 ഉണ്ട്, അതേപോലെ തന്നെ 256 ഉണ്ട്. ഇത് നോക്കാം, ഏതാ ഐറ്റംസ് നോക്കാം, കണ്ട നീറ്റ്നെസ് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇതിൽ എല്ലാ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ജപ്പാൻ സ്പെക്കാണ്. സ്പെക്കിൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ മെയിൻ സ്പെക്കിൻ്റെ കുറേ കാര്യത്തിൽ ഇതായിട്ട് തെറ്റിദ്ധാരണയിൽ മടങ്ങി പോകുന്നവരുണ്ട്. TDR തന്നെ യൂസർ ഫോണിൽ എനിക്ക് വേണം, വേറെ സ്പെക്കൊന്നും വേണ്ട, വേറെ ഒറിജിനൽ അല്ല എന്നൊക്കെ മനസ്സിൽ ധാരണ സ്വന്തം പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് റീജിയനാണ്. ഇപ്പോൾ TDR ദുബായിൻ്റെ സെയിൽസ് റീജിയനാണ്, ചൈന, ഹോങ്കോങ്, അതേപോലെ സൗദി, പിന്നെ ഇന്ത്യൻ സ്പെക്ക്, ഇതൊക്കെ സെയിൽസ് റീജിയനാണ്. ഫുൾ അസംബിൾഡ് ബൈ ചൈന. അതായത് ഐഫോണിൻ്റെ ഓൾമോസ്റ്റ് എല്ലതും ചൈനൻ്റെ. അപ്പോൾ ഇത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് കൺട്രി ആയിക്കോട്ടെ, കൺട്രിയിലേക്ക് വരാതെ നല്ല ഫോണിൽ ക്യാമറ ഒക്കെ സെയിം തന്നെ ആവും. എല്ലാതും ഓരോ ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അതാ പറഞ്ഞത് അസംബിൾഡ് ബൈ ചൈനയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ടെൻഷനില്ല. ഇനി TDR ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ. USAയിലാണ് ഇപ്പോൾ eSIM വന്നിട്ടുള്ളത്. അപ്പോൾ 14 Pro 256 റേറ്റ് 2100, 512GB 2200. ഈ ഒരു പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസാണ്. ഇതിൽ നെഗോഷ്യബിളോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ടാബിയിലും തമാരയിലൊക്കെ നമ്മൾ ഓപ്ഷൻസ് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ 14 Pro ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഫസ്റ്റ് പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. ടാബിയിലായാലും തമാരയിലായാലും ചാർജ് വരുന്നുണ്ട്. നമ്മൾ തേർഡ് പാർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് എവിടെ ഏത് ഗുദാമിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ. ഈ നെസ്റ്റോ, കാരിഫോർ എന്നിങ്ങനെയുള്ള ഷോപ്പിൽ അല്ലാതെ ടാബിൽ ലിങ്കിൽ നമുക്ക് അത്യാവശ്യം ലിമിറ്റ് ഉണ്ടാവും. ഒരു 8000-10,000 ലിമിറ്റ് ഓൾമോസ്റ്റ് കിട്ടും. അതേപോലെ ടാബി കാർഡിലുണ്ടാവും. ടാപ്പ് ചെയ്യുമ്പോൾ ഒരു 3% നമുക്ക് ടാബി കാർഡിൽ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇതിലിപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ ഏകദേശം 14 Pro ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 570 ദിറംസ് മാത്രം മതി. ഈ ഐഫോൺ 14 Pro 256 സ്വന്തമാക്കണമെങ്കിൽ 570 ദിറംസ്. എവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടുക? അപ്പോൾ അതാ പറയാം, നമുക്ക് മാസം അടവിനായിട്ട് നിങ്ങൾക്ക് ഫോൺ സ്വന്തമാക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 40 Pro കഴിഞ്ഞ് 40 Pro Max നമുക്ക് 1 TB ഉണ്ട്. സാധാരണ നോക്കി ഗോൾഡ് കളറാണ്, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഗോൾഡ് കളറ്. കൊടുക്കുന്ന പ്രൈസ് 2600 ദിറംസിനാണ് 40 Pro Max 1 TB നിങ്ങൾക്ക് തരുന്നത്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് EMIയിൽ നിങ്ങൾക്ക് ഫോർഡാൻ പറ്റുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന ഒരു മോഡൽ ഏതാ പറയുമോ? 15 Pro 256 ആട്ടാ. 15 Pro 256 നല്ലോണം ഓർഡർ നമുക്ക് വരുന്നുണ്ട്. 15 Pro 256ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 Proൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് AI ഫീച്ചർ, അതായത് പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള സംഭവങ്ങളും സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതേപോലെ തന്നെ ക്യാമറ ആയാലും നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് ക്യാമറ ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റികൾ തന്നെ ഉണ്ട്. ഇതിന് പ്രോയും Pro Maxും സൂപ്പർ ആട്ടോ. അപ്പോൾ 15 Pro 256 നോക്കിക്കോളി. ബ്ലാക്ക് അതേപോലെ തന്നെ ബ്ലൂ 2550 ദിറംസാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നിങ്ങൾ നോക്കിക്കോ, റേറ്റും കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോളി. 15 Pro നല്ല അടിപൊളി സാധനമുണ്ട്. പിന്നെ സൗദിയിലേക്കും ഡെലിവറി ഉണ്ട്, ഓൾ GCC ഡെലിവറി ഉണ്ട്. ടാബി സൗദി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒമാനിൽ ചെയ്യുന്നുണ്ട്. ടാബി എവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ അവിടെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ GCC ഡെലിവറി ഉണ്ട്, വാറണ്ടി 1 year കൊടുക്കുന്നുണ്ട്. അതേപോലെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട്. നിങ്ങളടുത്ത് 13 Pro അതേപോലെ തന്നെ 14 Pro ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2550 ദിറംസും ഇതിൻ്റെ പ്രൈസ് 256ൻ്റെ വില കേട്ടോ.
പിന്നെ നമുക്കുള്ളത് 15 Pro Max ആണ്. 50 Pro Max 256 ഇതാ നോക്കിക്കോളി. 256 റേറ്റ് 2800 ദിറംസിന് 50 Pro Max 256 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 50 Pro Max ഇതാ ബ്ലൂ ഉണ്ട്, ബ്ലൂ ടൈറ്റാനിയം, അതേപോലെ തന്നെ ബ്ലാക്ക് ടൈറ്റാനിയം. ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ കുറേ ആൾക്കാർക്ക് പ്രോ എടുക്കണോ പ്രോ മാക്സ് എടുക്കണോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മോഡലും ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ പ്രോ മാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് എടുക്കാം. അല്ല പ്രോ സീരീസ് കയ്യിലൊതുങ്ങുന്നത്. കുറേ ആൾക്കാർക്ക് വലിയ മോഡൽ ഫോൺ എടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവും, എനിക്ക് ചെറിയ മോഡൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെവർക്ക് പ്രോ സീരീസ് എടുക്കാം. അപ്പോൾ പ്രോ മാക്സിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത് വെച്ചാൽ ബാറ്ററി ബാക്കപ്പും കിട്ടും. പിന്നെ നമുക്ക് ഈ സ്ക്രീൻ സൈസും നിങ്ങൾ കണ്ടല്ലോ, ജനറലി നമുക്ക് ഡിഫറെൻ്റ് ആണ്. ഗെയിമേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ഒരു മോഡൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ മോഡലാണ് 50 Pro Max. അപ്പോൾ ഓരോന്നും ഓരോ ബഡ്ജറ്റിലുള്ളതായതുകൊണ്ട് തന്നെ നമ്മളെ ബഡ്ജറ്റും കൂടി നമ്മൾ കണക്കാക്കണം. ബഡ്ജറ്റ് കണക്കാക്കിയതിന് ശേഷം വേണം ഫോൺ നമ്മൾ സെലക്ട് ചെയ്യാൻ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് അറിയാലോ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ ഇതുണ്ടല്ലേ 60 Pro Max ആണ്, ഇത് 50 Pro Max ഏകദേശം വലുപ്പത്തിൽ ഒരുപോലെയാണ്. പക്ഷേ ബോഡി ബിൽഡ് ക്വാളിറ്റി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധനം 256 GB ആണ്, അതായത് ഡെസേർട്ട് ടൈറ്റാനിയം, നല്ല നീറ്റ് ക്ലീൻ പീസ്, 90% ബാറ്ററി ഹെൽത്ത്, ചേഞ്ചസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. 3350 ദിറംസിന് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സ്വന്തമാക്കാൻ പറ്റും. അത് നിങ്ങൾ GCCയിൽ എവിടെ ആയി കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നോളി, ഞങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് തരാം. പിന്നെ അതേപോലെ തന്നെ iPhone 15 128 GB നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. 15 128 ഇത് ഇന്ത്യൻ സ്പെക്കാണ്. കളേഴ്സ് ഒരു എന്താ പറയുക, ലേഡി യൂസ്ഡ് കളർ പറയില്ല. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും പെങ്ങന്മാരോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഫോൺ ഇങ്ങനത്തെ ഇതേപോലത്തെ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്യാമറയിൽ 15 ആണ്. 1650 ദിറംസിന് iPhone 15 ഒരു വർഷം വാറണ്ടിയിൽ നിങ്ങളെ കയ്യിൽ ഞങ്ങൾ എത്തിച്ചേരാം. അപ്പോൾ അതുമായി 14 അതിലും ബഡ്ജറ്റ് കുറവില്ല. ഇപ്പോൾ 13 സീരീസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചിട്ട് 14 മണി എടുക്കും. 1300 ദിറംസിന് 14 128 കിട്ടും. ഇത് പഴയ മോഡലാണ്, ബാറ്ററി ചേഞ്ച്ഡ് ആണ്. പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ചേഞ്ച്ഡ് ആണ് ഈ ഒരു ഡിവൈസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 13 എടുക്കാൻ പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് 13ൻ്റെ റേറ്റ് ഒരു 50 ദിറംസിൻ്റെയൊക്കെ മാറ്റേണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു 14 128 നിങ്ങൾക്ക് സ്വന്തമാക്കാം. സെയിം മോഡലിന് കിട്ടും. അതാണ് 13ഉം 14ഒക്കെ ഈ ഒരു ഉള്ളൊരു വ്യത്യാസം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പുതിയ മോഡൽസിലായാലും 17 Pro Max എന്നിങ്ങനെയുള്ള ഫോണുകൾ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. ഇന്നത്തെ റേറ്റ് ആവില്ല നാളെ കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ കൂടിയോ കുറയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇന്ന ഫിറ്റാക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. ബാക്കിയൊക്കെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ റേറ്റ് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് പുതിയ മോഡൽസൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാബിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. തമാരൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടാബിൽ തമാര ഈ ഒരു 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റൊക്കെ ഒരു 1200 ദിറംസ് 1500 ദിറംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ 17 Pro നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്ര 1500 ദിറംസ് ഏകദേശം ആ റേഞ്ചിൽ പൈസ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു മുതൽ നിങ്ങളെ കയ്യിലെത്തി. അപ്പോൾ ഐഫോണിൻ്റെ കേസ് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇതേപോലെ എല്ലാ മോഡൽസും നിങ്ങൾ എൻക്വയറി ചെയ്യുക. പ്രൈസും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മാത്രം എടുക്കുക. പിന്നെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞെന്ന്, EMIൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞെന്ന്, ഫസ്റ്റ് പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞത്, അടവിന് ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ഷനിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. അടവിന് ഫോണ് ഐഫോൺ കൊടുക്കുന്നത് സെയിം മെത്തേഡ് തന്നെ കേട്ടോ. EMI ടാബി തമാര മെത്തേഡ് തന്നെയാണ്. ക്യാപ്ഷൻസ് വലതാവും, കാരണം ആൾക്കാർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ലോണായിട്ടായാലും ഫോൺ ഇതിങ്ങനെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കയ്യിൽ ഇപ്പോൾ ഇതേപോലത്തെ ടാബി തമാര യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എമിറേറ്റ്സ് ID വേണം, UAE ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ സാലറി ഒരു 2-3 മാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കിട്ടും. അപ്പോൾ ഇനി ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഫോൺ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ ആക്കുക. ടാബിൽ നിന്ന് ഈ നൂണിന്നും അതേപോലെ ആമസോണിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നമ്മളെ ലിമിറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരും. ചെറിയ സാധനങ്ങൾ 10-20 ദിറംസിൻ്റെ സാധനങ്ങളൊക്കെ 10-50 ദിറംസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ലിമിറ്റ് കൂട്ടുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ അടവൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോണൊക്കെ എടുക്കാൻ പറ്റും. ടാബിൽ ലിങ്ക് വേറെയാണ്,
ലിമിറ്റ് ടാബിൻ്റെ ലിമിറ്റ് വരെയാണ്. ലിമിറ്റിലാവുമ്പോൾ നമുക്ക് 3% നമുക്ക് സെറ്റാക്കാം, ലിങ്കിലാവുമ്പോൾ 8.7% ചാർജസ് വരും. സോ ഗൈസ്, ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പ്രൈസും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രം. സോ കൂടുതലൊന്നും പറയാനില്ല. ബൈ.